വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രാത്രിയിലേക്കുള്ള ഡിന്നറാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ കിഴങ്ങിൻ്റെ ഫ്രൈയുമായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ കിഴങ്ങിൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഞാനതെല്ലാം അരിഞ്ഞു വെച്ചു. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ല കോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോൺ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പുഴുങ്ങി വെച്ചിട്ട് അതും ഇടയ്ക്ക് കഴിച്ചുകൊണ്ടാട്ടോ ഞാൻ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കും കേട്ടോ. കാരണം ഇവിടെ നല്ല ക്ലൈമറ്റ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നല്ല ചൂട്, നല്ല കാറ്റ്, ചൂടൻ കാറ്റ്, തണുപ്പൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ശാരീരികമായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആട്ടയൊക്കെ കുഴച്ച് വെച്ചു കേട്ടോ. ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ ആട്ടയൊക്കെ കുഴച്ച് വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിലുണ്ടല്ലോ കിഴങ്ങില്ലാത്ത ഒരു പരിപാടിയില്ല കേട്ടോ. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും അവർക്ക് അതിൻ്റെ കൂടെ കിഴങ്ങിട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേ നാളത്തേക്ക് അവർ യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവിടെ 1 കിലോ കിഴങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ദിവസത്തേനുള്ളതേ ഉള്ളൂ. കാരണം 3 നേരവും ഇവർ വെജിറ്റബിൾസിൻ്റെ കൂടെ കിഴങ്ങും കൂടെ ഇട്ടിട്ടാണ് ഇവർ കറി ഉണ്ടാക്കുന്നത്. നമുക്കെന്തായാലും അങ്ങനെ പറ്റില്ല. ഇവിടെ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മോനും ഇച്ചാനും ഒക്കെ ആണെങ്കിലും കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്യുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കുന്ന പരിപാടിയും എളുപ്പമായല്ലോ. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കി, കാരണം ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പൊക്കെ പൊടി മൊത്തത്തിലാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ക്ലീൻ ചെയ്തങ്ങിടും. പിന്നെ എന്താ പറയണേ, അപ്പോൾ നമ്മുടെ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിയും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നാളത്തേന് കുറച്ച് ചിയാ സീഡ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. കാരണം ഈ ചിയാ സീഡിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അത്യാവശ്യം നല്ല ഇൻഫ്ലമേഷനൊക്കെ മാറി കിട്ടുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ ഓൾറെഡി എനിക്ക് കൈക്കൊക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും ആ ഒരു പെയിൻ ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് പൂർണ്ണമായിട്ട് മാറും, പിന്നെ ഇടയ്ക്ക് പെട്ടെന്നത് വരും. അപ്പോൾ എന്തായാലും കുറച്ച് ചിയാ സീഡൊക്കെ ഇട്ട് വെച്ച്, പിന്നെ നല്ല ചൂടിൻ്റെ സമയമാണല്ലോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ചിയാ സീഡ് കുതിർത്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നല്ല ശരീരത്തിന് നല്ല തണുപ്പ് നൽകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. അപ്പോൾ എന്തായാലും വൈകിട്ടത്തേന് ഞാൻ ഒരു ചെറിയ കീരയും, അതായത് കുക്കുംബർ, പിന്നെ കുറച്ച് കപ്പളങ്ങാപ്പഴവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ ചൂട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള തണുത്ത ഐറ്റംസുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ക്യൂക്കുംബറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകിട്ടത്തെ ചപ്പാത്തിയുടെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ക്യൂക്കുംബറും അതുപോലെ തന്നെ ഒരു മുറി കപ്പളങ്ങയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1-2 ചപ്പാത്തി കഴിക്കും, ബാക്കി ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം വൈകിട്ടത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാനായിട്ടുള്ള തിരക്കിലാട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം, നമുക്ക് മോർണിംഗ് ക്ലാസ്സാണ്, നേരത്തെ കിടക്കണം, 4 മണിക്ക് എഴുന്നേൽക്കണം, 6:30 നമുക്ക് ക്ലാസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.